ജീവനക്കാരുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസമാക്കുന്നത് ഉൾപ്പെടെ സുപ്രധാന തീരുമാനങ്ങൾ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം കൈക്കൊള്ളും. സാംസ്കാരിക വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നിർദ്ദേശവും മന്ത്രിസഭയിൽ ഉണ്ടാകും. അൻഫിലിറ്റ് ചേരുന്നുണ്ട്. അൻഫിലിറ്റ്, ഈ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും അങ്ങനെയാണെങ്കിൽ തന്നെ ഉണ്ടാവുക. മാത്രവുമല്ല, എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും? ഈ എതിർപ്പുകളും വിമർശനങ്ങളും ഒരു വശത്തുണ്ട്, എന്നാൽ അനുകൂലിക്കുന്നവരുമുണ്ട് ഈ 5 ദിവസം ആക്കുന്നതുമായി ബന്ധപ്പെട്ട്. ലിജനി, സർവീസ് സംഘടനകളുടെ പല വർഷങ്ങളുടെ ആവശ്യമാണ് ഈ അവധി ദിവസം എന്നത്. അതായത് ഞായറാഴ്ച എന്ന അവധി ദിവസത്തോടൊപ്പം ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചകളും അവധി ദിവസമാക്കുക എന്നുള്ളത്. പക്ഷേ അത് പല കാരണങ്ങളാലാണ് സർക്കാർ അത് ഇത്രയും കാലം നടപ്പാക്കാനാകാതെ പോയത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് ചീഫ് സെക്രട്ടറി വിവിധ സർവീസ് സംഘടനകളുടെ പ്രതിനിധികളുമായി യോഗം ചേർന്നത്. ആ യോഗത്തിൽ തത്വത്തിൽ ധാരണയും അംഗീകാരമായിട്ടുണ്ട്. പ്രവൃത്തി ദിവസം 5 ദിവസമാക്കി കുറയ്ക്കുന്നു. ഒപ്പം തന്നെയും ഈ 5 ദിവസമാക്കി പ്രവൃത്തി ദിവസം കുറയ്ക്കുമ്പോൾ ജീവനക്കാരുടെ എതിർപ്പ്, അതെല്ലാ ജീവനക്കാരും പ്രവൃത്തി ദിവസം കുറയ്ക്കുന്നത് അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം ഈ പ്രവൃത്തി സമയത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രവൃത്തി സമയത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതും കാഷ്വൽ ലീവ് വെട്ടിക്കുറയ്ക്കുന്ന അടക്കം മറ്റ് ലീവുകളിൽ ചില മാറ്റങ്ങൾ അത് വെട്ടിക്കുറയ്ക്കുന്ന അടക്കമുള്ള ചില തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ട് അതിനെയാണ് സർവീസ് സംഘടനകൾ എതിർക്കുന്നത്. അതായത് ഈ പ്രവൃത്തി സമയം നിലവിൽ 5:15 മുതൽ രാവിലെ 10:15 മുതൽ 5:15 വരെ എന്നത് രാവിലെ 9:30 മുതൽ 5:30 വരെ, അതായത് 1 മണിക്കൂറാണ് ദീർഘിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കാഷ്വൽ ലീവുകൾ ചുരുക്കുന്നതും മറ്റ് ലീവുകളുടെ എണ്ണം ചുരുക്കുന്നതുമൊക്കെ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള നടപടികളൊക്കെ സർവീസ് സംഘടനകൾ എതിർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രവൃത്തി സമയം 10:15 എന്നത് രാവിലെ 9:30 ആക്കുമ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന ജീവനക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതോടൊപ്പം തന്നെ കഴിയുന്നത് 5:15 നിന്ന് 5:30 ആക്കുമ്പോഴൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് സംഘടനകൾ പറഞ്ഞിരിക്കുന്നത്. അവസാനം ഇപ്പോൾ അതിനകത്തൊരു തീരുമാനമായി ഫയൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ മുന്നിലാണ്. അത് കഴിഞ്ഞ ദിവസം പൊതുഭരണ വകുപ്പിൽ ഉണ്ടായിരുന്ന ഫയൽ അതിവേഗത്തിൽ തന്നെ നീക്കം നടത്തിയപ്പോൾ ചീഫ് സെക്രട്ടറിയുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ മന്ത്രിസഭായോഗം എന്നത് ഏറെക്കുറെ അവസാനത്തെ മന്ത്രിസഭായോഗം ഒന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം വിജ്ഞാപനം എങ്ങനെ വരും? തിങ്കളാഴ്ച വിജ്ഞാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ വിജ്ഞാപനം നീളുകയാണെങ്കിൽ തിങ്കളും ചൊവ്വയൊക്കെ ക്യാബിനറ്റ് ചേരും. തിങ്കളാഴ്ച വിജ്ഞാപനം വരുവാണെങ്കിൽ ഇന്നായിരിക്കും അവസാനത്തെ മന്ത്രിസഭായോഗം. അതുകൊണ്ട് തന്നെ ഈ തീരുമാനങ്ങളൊക്കെ സർവീസ് സംഘടനകളെയൊക്കെ ജീവനക്കാരെ സന്തോഷിപ്പിക്കുന്ന ഒരു വോട്ട് ബാങ്കൊക്കെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കാരണം നേരത്തെ അവരുടെ DA കുടിശ്ശിക അടക്കം തന്നെയും പൂർണ്ണമായി കൊടുത്തു തീർക്കാനുള്ള പ്രഖ്യാപനമൊക്കെ ഉണ്ടായതാണ്. അങ്ങനെ ഈ പ്രവൃത്തി സമയം ചുരുക്കുന്നതോടുകൂടി, അതായത് പിന്നെ അവധി ദിവസം കൂടി ശനിയും ഞായറും മാറ്റുന്നതോടുകൂടി ചെയ്യുന്നതോടുകൂടി വലിയ രീതിയിൽ ജീവനക്കാരെ സന്തോഷിപ്പിക്കാനാകുമെന്നൊക്കെ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അതൊരു തീരുമാനമായി പ്രഖ്യാപനമായി വരുമെന്നും ഓർഡറായി ഇറങ്ങുമെന്നും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെയും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചില താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നുവെന്ന ചില ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിലുള്ള വിവിധ കരാർ ജീവനക്കാരെ ഇന്ന് ചിലപ്പോൾ അടിയന്തരമായി അവരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നുവെന്ന ചില ആരോപണങ്ങളും പരാതികളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനാ വിഷയമാകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഫിഷറീസ് വകുപ്പിൽ ഏറെക്കുറെ 150ഓളം താൽക്കാലിക ജീവനക്കാരെയാണ് സ്ഥിരപ്പെടുത്താൻ മേധാവിമാർക്ക് ശുപാർശ നൽകുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെതിരെ വിവിധ സംഘടന രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം 10 വർഷം പൂർത്തിയായ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി പോലും നിലനിൽക്കുകയാണ്. പക്ഷേ ആ ഹർജി തീർപ്പാകുന്നതിന് മുമ്പ് തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ നിർണായക സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ശരി അൻഫിലിറ്റ്, എന്തായാലും സർക്കാർ ജീവനക്കാർ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ് 6 ദിവസം പ്രവൃത്തി ദിനം 6-ൽ നിന്നും 5 ആക്കണം എന്നുള്ളത്. എന്തായാലും അത് കുറേ ദിവസങ്ങളായി ചർച്ച നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 5 ദിവസമാക്കി മാറ്റാം. പക്ഷേ പ്രവൃത്തി സമയം 1 മണിക്കൂർ ദീർഘിപ്പിക്കാം. അതിലൊന്നും തന്നെ ജീവനക്കാർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പൊതു അവധികൾ അടക്കം വെട്ടിക്കുറയ്ക്കുന്നതിൽ വലിയ ഒരു കല്ലുകടിയുണ്ട്. അതാണ് ഇത്രയും ദിവസം ചർച്ചകൾ നീണ്ടുപോയത്. എന്തായാലും ഇന്നത്തെ നിർണായകമായിട്ടുള്ള മന്ത്രിസഭാ യോഗത്തിൽ അത്തരം തീരുമാനമുണ്ടാകുമോ എന്ന് അറിയേണ്ടതുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിൽ ഇത് വലിയൊരു ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ നിർണായക തീരുമാനത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ ജീവനക്കാർ അടക്കം കാത്തിരിക്കുന്നത്. അൻഫിലിറ്റ് ആയിരുന്നു വിവരങ്ങൾ നൽകിയത്.